ഹായ് എവരിവൺ, ഒരു കാര്യം പറയുകയാണ്, ദൈവം കൂടെയുണ്ട്, അത് ശരിയാണ്. നമ്മുടെ അനീഷിന് ദുബായിൽ നിന്ന് ഒരാൾ 1 കോടി വിലയുള്ള ഒരു വീടങ്ങ് സ്പോൺസർ ചെയ്തു മക്കളെ. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, പൊന്നാര പ്രേക്ഷകരെ. നിങ്ങൾ പറയും ഒരേ ടീഷർട്ടാണോ ഞാൻ ഇടുന്നതല്ല, പണിയുടെ തിരക്ക്, അതായത് ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന ഫ്രീ സമയത്താണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ടീഷർട്ടൊക്കെ മാറ്റാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വിവാദമായ ടിഷ്യൂ പേപ്പറിൽ അനുമോളുടെ PR-ൻ്റെ നമ്പർ എഴുതി കൊടുത്തു. അതിനുശേഷം ആ ടിഷ്യൂ പേപ്പർ നൂറയുടെ കയ്യിലാണ്, അങ്ങനെയൊക്കെയാണല്ലോ വാർത്ത വന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് നൂറ പ്രതികരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ വിഷയം കൂടി ചർച്ച ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ദുബായിൽ നിന്ന് വീട് സ്പോൺസർ ചെയ്ത വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ബിഗ് ബോസിലെ പിന്നെ അനുമോളാണെങ്കിൽ ജനങ്ങളുടെ മനസ്സിലും എന്റെ മനസ്സിലും പിന്നത് അനീഷേട്ടനാണ്. അതുകൊണ്ട് തന്നെ പുള്ള വീട്ടിലേക്കുള്ള എല്ലാ ഓപ്പറേഷനും നമ്മുടെ മൈസൂർ ഓണറെ ഷാജിക്ക സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇത് പുള്ള നാട്ടിൽ വീട്ടിലേക്കല്ല, ദുബായിൽ ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ പോകുന്ന 10 വർഷത്തെ ഫ്രീ ഗോൾഡൻ സെറ്റുള്ള ഈ ഒരു വീട്ടില്. ബനീഷായിട്ട് കിട്ടാൻ പോകുന്ന ഒരു സാധാരണ വീടല്ല, ഇന്ന് ലോകത്തിലെ ആദ്യ ഐലൻഡ് തീമായ കമ്മ്യൂണിറ്റി അകത്തും അത് ലോകോത്തര അമ്യൂണിറ്റീസ് ഉള്ള ഒരു ക്ലോസ് ഗേറ്റ് കമ്മ്യൂണിറ്റി അകത്ത്. ഞാൻ അനീഷയുടെ ഇൻവെസ്റ്റ്മെന്റ് പുള്ളിക്ക് ഏകദേശം എല്ലാ വർഷവും 60 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരുമാനക്കാനും പറ്റും. സോ അനീഷയുടെ കിട്ടുന്ന പോലത്തെ വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഗോൾഡൻസ് നിങ്ങളും കാത്തിക്കാണ്. എന്തല്ലേ ഭാഗ്യമെന്ന് പറയുന്നത്. ഇതാണ് പൊന്നാര പ്രേക്ഷകരെ, 1 കോടി വിലയുണ്ട്. നിങ്ങൾ നോക്കൂ, ആ ചങ്ങായി പറഞ്ഞത് 1 വർഷം 60 ലക്ഷം 70 ലക്ഷം വരെ സമ്പാദിക്കാം. വേറെ എന്ത് വേണം മനീഷിന്? അതായത് അദ്ദേഹത്തിൻ്റെ നല്ല കാലം തെളിഞ്ഞു എന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. ഓക്കെ, ആർക്ക് കിട്ടും നിങ്ങൾ തന്നെ വിചാരിക്കൂ. ഇപ്പോൾ മൈജി എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിന് സ്പോൺസർ ചെയ്തു. മൈജി ഇപ്പോൾ ഫ്രിഡ്ജ് അടങ്ങുന്ന A to Z സാധനങ്ങളായിരിക്കും കൊടുക്കുന്നത്. മിനിമം 2-3 ലക്ഷം, മിനിമം ഒരു 5-6 ലക്ഷത്തിൻ്റെ സാധനം എന്തായാലും കൊടുക്കൂലേ? അത് കൊടുക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. സത്യം പറഞ്ഞാൽ അനീഷ് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെ ഭാഗ്യം ആർക്ക് കിട്ടും? ഓക്കെ, പൊന്നാര പ്രേക്ഷകരെ, അപ്പോൾ ടിഷ്യൂ പേപ്പർ ബന്ധപ്പെട്ട് നൂറ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണ് ടിഷ്യൂ പേപ്പറിൻ്റെ പ്രശ്നം, അത് നമ്മുടെ ഈ ഉണ്ണി പറയുന്ന കാര്യം, മൂവി റിവ്യൂവറായ ഉണ്ണി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇവിടെ ആരാണ് ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ പാകത്തിന് നൂറയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത്? അനുമോളാണ്. അനുമോൾക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് നൂറയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് അനുമോളുടെ PR-ആണ്. പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുന്ന സമയത്തും അവരിവിടെ പോസിറ്റീവ് ഇമേജിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് അനുമോളെ മാത്രമാണ്. ഇത് കേട്ടാത്തൊന്നും നമ്മളെല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നൂറയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അനുമോളുടെ PR വന്ന് പറയാം, അയ്യോ നൂറയെ നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കല്ലേ. ആരാടോ ആക്രമിച്ചത്? ആരാണത് ടിഷ്യൂ ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് അടിച്ചിറക്കിക്കൊണ്ടിരുന്നത്? ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ദിലീപിൻ്റെ പഴയ ഒരു സിനിമയിൽ കാണുന്ന പോലെ പാപ്പിച്ചായം പാവമാണ്, പാപ്പിച്ചായം കണ്ണിൽ ഉണ്ണിയാണ് എന്ന് പറയുന്ന വല്യമ്മയാണ് ഓർമ്മ വന്നത്. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, അതായത് വാദിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു വക്കീലും കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് വൃത്തികേടും കാണിക്കുക എന്നുള്ളത്. ഏതാണ്ട് ആ പറയുന്ന പോലെയാണ് അനുമോളുടെ PR-ൻ്റെ ഒരു പ്രത്യേകത. അനുമോൾക്ക് എന്ത് വൃത്തികേടും കാണിക്കാം. പുറത്ത് PR അതിനെ ഏറ്റവും നല്ല രീതിയിൽ വർണ്ണിച്ച് വളരെ മനോഹരമാക്കി വെക്കും. ആരൊക്കെ അനുമോൾക്കൊപ്പം നിൽക്കുന്നോ അവരൊക്കെ നല്ലവരായി മാറും. റെനയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള റെനയുടെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, അനുമോളെ സപ്പോർട്ട് ചെയ്തോ, നല്ല കുട്ടി, നിൻ്റെ ലൈഫ് നന്നായി പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് വൻ പുകഴ്ത്തലായിരിക്കും. ഇനി അനുമോൾക്കെതിരെ പറഞ്ഞോ, അല്ലെങ്കിൽ നീയൊക്കെ നന്നാവൂലടി, നീയൊക്കെ കുടുംബത്തിൽ ജനിക്കണം, നിന്നെ തന്തേം തള്ളേം നന്നായി നോക്കാത്തതുകൊണ്ടാണ് എന്ന് പറയുന്ന പ്രാകുന്ന വർത്തമാനങ്ങളാണ് നമ്മൾ കേൾക്കുക. ഇതാണ് PR-ൻ്റെ ശരിയും തെറ്റും. അല്ലാതെ നമ്മൾ ഈ സാധാരണ മനുഷ്യന്മാർ നോക്കിക്കാണുന്ന പോലെയുള്ള ശരി തെറ്റുകൾ അവരുടെ വിഷയമല്ല. പൊന്നാര പ്രേക്ഷകരെ, എന്താണ് നൂറക്ക് പറയാനുള്ളത്? ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആരുടെ ഭാഗമാണ് ശരിയെന്നൊക്കെ നമുക്ക് എന്താണ് നൂറയോട് ചോദിച്ചു നോക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ടിഷ്യൂ പേപ്പർ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും അത് ടിഷ്യൂ പേപ്പർ അല്ല, ഞാനതൊക്കെ കണ്ടതാണ്. ശരിക്കും ലിപ്സ്റ്റിക് ആണ്. പക്ഷെ പുറത്ത് അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിലാക്കിയത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, പുറത്ത് ടിഷ്യൂ പേപ്പർ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ അത് നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ കാണാം അത് ലിപ്സ്റ്റിക് ആണെന്നുള്ളത്. പക്ഷെ ആ രീതിയിൽ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? എന്തായാലും അതിന്റെ റിലേറ്റഡ് ആർട്ടിക്കിൾ എല്ലാം കണ്ടിരുന്നോ ഓൺലൈൻ? ഞാനൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത് ഇങ്ങനെ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞ കുറെ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അനുമോൾ വീട്ടിൽ പോകുന്നുണ്ടോ അനുമോളുടെ? പിന്നല്ലാണ്ട് വീട്ടിൽ പോകും. ഓക്കെ, പൊന്നാര പ്രേക്ഷകരെ, നൂറയ്ക്ക് എങ്ങനെയാണ് പറയാനുള്ളത്? നമുക്ക് അനീഷ്, അതായത്
ഇന്നലെ രാത്രി വരുന്ന അതിഥികൾക്ക് പായസം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, പായസം കുടിച്ചിട്ട് പോവാട്ടാ. വന്ന ഓക്കെ പൊന്നാര പ്രേക്ഷകരെ, ഇന്നലെ രാത്രി മാസായിട്ടുള്ള അനീഷിന്റെ ഒരു പ്രസംഗമുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, സാധിച്ചില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ മൂലമാണ് എനിക്കത് പറയാൻ പറ്റാഞ്ഞത്. അപ്പം ഒരിക്കൽ കൂടെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു പോവായിരുന്നില്ലേന്ന്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല, പെട്ടെന്നായിരുന്നു. ആരോടും പറയരുത്. എന്റെ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയില് ഇതിന്റെ പേരിൽ വരെ. ഓക്കെ പൊന്നാര പ്രേക്ഷകർ, ഏറ്റവും അവസാനം വരുന്ന വാർത്ത, അനുമോൾ ഇന്നലെ രാത്രി അനുമോളുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്റെ പേരാണ് കേട്ടോ. ഞാനിവിടെ ഇറങ്ങിയ ശേഷമാണ് നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നമ്മുടെ ചേട്ടന്മാരുടെ പോയിട്ട് ബിനു അടിമാലി ചേട്ടൻ അങ്ങനെ പോയിട്ട് നിങ്ങൾ ചോദിക്കുന്നില്ലേ അനുഭവങ്ങളെ പറ്റിയൊക്കെ. അപ്പൊ അത് കേൾക്കുമ്പോ അവരുടെ ഉള്ളിൽ എന്താണോ അവരുടെ റെസ്പോൺസ് അറിയുമ്പോ ആണ് കൂടുതലും എന്താ പറയണ്ടേ മറ്റുള്ള പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്നത്. നമ്മളെ കപ്പൊന്ന് നോക്കി പിടിക്കോ. ഇങ്ങനെയൊക്കെയാണ് മക്കളെ ഇന്നലെ രാത്രി അനുമോളുടെ വീട്ടിൽ നടന്നത്. പൊന്നാര പ്രേക്ഷകരെ, വലിയ വലിയ പ്രശ്നങ്ങൾ പൊട്ടുകയാണ്, ശൈത്യ കേസിന് പോകുന്നു, അങ്ങനെയൊക്കെയാണ് വാർത്ത വരുന്നത്. അതിൻ്റെ അടുത്ത അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാം. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ ബിഗ് ബോസ് തരംഗം 2-3 ദിവസം കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ചർച്ച അവസാനിക്കും. അതിനുശേഷം നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഓരോന്നോരോന്നായി വീഡിയോ ക്ലിപ്പ് സഹിതം ആരുടെ ഭാഗമാണ് ശരിയെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ. അടുത്തതായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉടനെ മറ്റൊരു വീഡിയോ ഞാൻ വരാം. ഓക്കെ ബൈ.